ഹായ് മക്കളെ, അമ്മച്ചിക്ക് ഇന്ന് കറിക്ക് കിട്ടിയിരിക്കുന്നത് കിളിമീനാണ്. അമ്മച്ചി അത് വൃത്തിയാക്കി വെട്ടിക്കഴുകി വച്ചിട്ടുണ്ട്. ചെറിയ കിളിമീനാണ്. അതൊരു എരിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് അമ്മച്ചി മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി തിളപ്പിച്ച വെള്ളത്തിൽ കുതിർത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണ് അരപ്പ്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കണ്ടല്ലോ, ഒരു തക്കാളി, പച്ചമുളക്, പുളി, എണ്ണ, ഉപ്പ്, കറിവേപ്പില. ഇനി അമ്മച്ചി ചട്ടി അടപ്പിൽ വെച്ച് തീ കൊടുത്തു. ചട്ടി ചൂടാകുന്നു. അതിലേക്ക് എണ്ണ പകർന്നു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത്. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ തിളയ്ക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി 3 കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ അവനൊന്ന് മൂക്കട്ടെ. മൂത്ത് വന്നതിൻ്റെ കൂടെ നമുക്കിനി പച്ചമുളക് ചേർക്കുകയാണ്. പച്ചമുളക് ചേർക്കുന്നു. അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ കൊടുക്കാം. അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കുന്നു. ഉപ്പും കൂടെ കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് നന്നായി മൂക്കട്ടെ. അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മുളക് അരപ്പ് കൊടുക്കാൻ പോവുകയാണ്. പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മുളക് അരപ്പ് അതിലേക്ക് കൊടുക്കുകയാണ്. അരപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, വെള്ളം കൊടുക്കുന്നില്ല. ആ അരപ്പും വഴറ്റി വെച്ചിരിക്കുന്ന സാധനവും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റാം. ആ എണ്ണമയത്തിൽ ആ അരപ്പൊന്ന് നന്നായി യോജിക്കട്ടെ. നന്നായി യോജിപ്പിക്കുക. ആ അരപ്പിൻ്റെ പച്ചമണം തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ മാറി. എങ്കിലും സ്വമേധ ഉള്ള മണങ്ങളൊക്കെ മാറട്ടെ. എല്ലാം കൂടെ ചേർന്ന് വേറൊരു മണത്തിലായിട്ടുണ്ട്. കണ്ടോ, നല്ല വാസന വരുന്നുണ്ട്. അത് മൂക്കുന്നതിൻ്റെ വാസന വരുന്നുണ്ട്. ഇനി നമുക്ക് ആ പ്ലേറ്റിൽ, അരപ്പിരുന്ന പ്ലേറ്റിൽ പുളിവെള്ളം ഒഴിച്ച് ആ അരപ്പും കൂടെ ചേർത്ത് കഴുകി ഇതിലോട്ട് ഒഴിക്കാം. നല്ല കുറുകുറാന്നുള്ള ഗ്രേവിയാണ്. ഈ ഗ്രേവി ഇതാണ് കറി അവസാനം കിട്ടേണ്ട പരുവം. അപ്പോൾ നമ്മൾ ഇതിൽ മീൻ വേവാനുള്ള വെള്ളം ഇനി അഡീഷണലായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ശകലം വെള്ളമൂടെ കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നിളക്കാം. കണ്ടോ, നന്നായി ഒന്നിളക്കി ചെറുതീയില ഇവനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം മീൻ കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറുതീയിൽ വേണം ഇവനൊന്ന് തിളയ്ക്കാൻ. യോജിപ്പിച്ചിട്ടുണ്ട്. ആ പുളിയും എരിവും എല്ലാം, വെള്ളവും ഉപ്പും എല്ലാവരെയും കൂടെ യോജിപ്പിച്ച് ഇനി നമുക്കതിനെ ഒന്ന് മൂടി വയ്ക്കാം. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ചതിനെ നമുക്കൊന്ന് നോക്കാം. നല്ല ഭംഗിയായിട്ട് കറി വെന്ത കണക്ക് തിളച്ച് മറിയുന്നതിൽ മത്സ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, മീൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
കണ്ടല്ലോ, ഇതേപോലെ പറക്കി പറക്കി ഇട്ട് കൊടുക്കണം, തട്ടി അങ്ങിടരുത്. ഒരുമിച്ചായാൽ പൊടിയും. വേറെ 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 നമ്മളിതാ പറക്കി വെച്ച് കൊടുത്തു. കണ്ടല്ലോ, എല്ലാം അങ്ങും ഇങ്ങോട്ട് ഒന്നിനോടൊന്ന് തട്ടാത്ത രീതിയിൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ പയ്യെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ 2 കറിവേപ്പിലയും കൂടെ കൊടുക്കാം. എന്നിട്ട് നമുക്കിനി സ്പൂണിടത്തില്ല, ഒന്ന് ചുറ്റിക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ച് പയ്യെ അടപ്പ് വെച്ച് അടച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. നോക്കാം, നന്നായി കറി വെന്തു പറ്റി എണ്ണ തെളിഞ്ഞു. കണ്ടോ, എണ്ണ തെളിഞ്ഞാണ് നടുക്ക് നിൽക്കുന്നത്, നമ്മൾ ഒഴിച്ചതൊന്നുമല്ല. നമ്മൾ ആദ്യം വഴറ്റാനെടുത്ത എണ്ണയാണ് തെളിഞ്ഞത്. നമുക്കൊന്നുകൂടെ ചുറ്റിക്കാം. കണ്ടല്ലോ, കറി റെഡിയായി. നല്ല പടപടാന്ന് തിളയ്ക്കുന്നു. മീനൊക്കെ വെന്ത് എല്ലാവരും പരുവത്തിനായി. കണ്ടല്ലോ, എരിക്കറിതാ സൂപ്പറായ എരിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. ചൂട് ചോറിൻ്റെ കൂടെ ഈ എരിക്കറിയും കൂട്ടി ഇരുന്നാൽ മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല. ആ ഗ്രേവി കൂട്ടി കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വാങ്ങി വെക്കാം അല്ലേ? കാര്യം ഏകദേശം കറി വെന്ത്. ഇനി ഇതിനെ നമ്മൾ കൂടുതൽ വേവിച്ചാലുണ്ടല്ലോ ഈ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ എന്താ വാങ്ങി അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അതാണ് തിള നിൽക്കാത്തത്. കണ്ടോ, ഇതാണ് മൺചട്ടിയുടെ മഹത്വം. മൺചട്ടി എവിടെ തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വെച്ചാലും 2 മിനിറ്റ് എവിടെ ഇറക്കി വെക്കുന്നോ അവിടെ ഇരുന്നൊന്ന് തിളയ്ക്കും. കണ്ടോ, പുതിയ മൺചട്ടി, അത് കറുത്ത പുതിയ മൺചട്ടിയാണ്. ഈ കറി 2 ദിവസം ഇരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. കണ്ടല്ലോ, ഞാനൊന്ന് ഉപ്പ് നോക്കി, ടേസ്റ്റ് നോക്കി. ഉപ്പും പുളിയും എരിവും എല്ലാം നന്നായിട്ടുണ്ട്. കറിയുടെ ഗ്രേവി സൂപ്പർ. അപ്പം മീൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മക്കൾക്ക് നമ്മൾ അത്യാവശ്യമായിട്ട് അവർക്കൊരു എരിക്കറി വേണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെച്ച് കൊടുക്കാം. വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വരുന്നു, മീൻ 2 എണ്ണം ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് നമുക്കിങ്ങനെ ചെയ്യാം. ഒരു പുളിശ്ശേരിയോ ഒരു സാമ്പാറോ എന്തെങ്കിലും ഒഴിക്കാനുണ്ടെങ്കിൽ ഇത് മതി. എന്നെ സംബന്ധിച്ച് ഒഴിക്കാനൊന്നും വേണ്ട, ഈ എരിക്കറിയുടെ ഗ്രേവി മതി. നല്ല ചൂട് ചോറ് ഉരുട്ടി മുക്കി കഴിച്ചാൽ എന്ത് രസമായിട്ടാണ് ചോറിറങ്ങിപ്പോകുന്നത്. എല്ലാവരും ഇതേപോലെ ചെയ്യണം. കറണ്ട് ഇല്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കണ്ട. കറണ്ട് ഇല്ല, കറി വെക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ചില വീട്ടിൽ പെണ്ണുങ്ങൾ മീനെ അങ്ങ് പൊരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാകുമ്പോൾ ഇച്ചിരി ഗ്രേവി കൂട്ടി നമുക്ക് ചോറുണ്ണാം. അതുകൊണ്ട് ഈ രീതിയിൽ വേണം നമ്മൾ കറി വയ്ക്കാൻ. മിക്സി വേണ്ട, കറണ്ട് വേണ്ട, ഒന്നും വേണ്ട. ഞാനൊന്നും ഇവിടെ ഇടിച്ചതുമില്ല, ചതച്ചതുമില്ല. നിങ്ങൾ കണ്ടല്ലോ, വഴറ്റിയെടുത്തേത്. ഒരു തക്കാളി, 2-3 ഉള്ളി, 2-3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഇതൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തത്. ഒരു കൊച്ചു സവോള. കറി എത്ര മഹത്വമായിട്ടുണ്ടാക്കിയിരിക്കുന്നു. കറിയില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം നമ്മൾ വീട്ടമ്മമാർ. ഞാൻ വലിയ കുക്കൊന്നുമല്ല, എന്നാലും ഇങ്ങനെ വേണം നമ്മൾ വീട്ടിൽ ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഈ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് പറയണം. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. എൻ്റെ ലൈവിൽ പരമാവധി വരാൻ നോക്കണം. ഷെയർ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം. അവരെ കൂടി ഇത് കാണാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. എത്ര മഹത്വമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഒരു ഗൃഹത്തിലിരിക്കുന്ന അമ്മയുടെ ഉത്തരവാദിത്വം വലുതാണ് അല്ലേ? എങ്ങനെയും മക്കൾക്ക് നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, അതാണ് ഒരമ്മയുടെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ പൊടിക്കൈ ഉപയോഗിച്ച് പെട്ടെന്ന് ഓരോ കൊച്ചു കറികളും ഉണ്ടാക്കാം. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ബായ് മക്കളെ.